വിസ്മയ മോഹൻലാലിന്റെ അരങ്ങേറ്റ ചിത്രമായ തുടക്കം അല്പസമയത്തിനകം തിയേറ്ററുകളിലെത്തും. 9:30-ക്കാണ് ആദ്യത്തെ ഷോ. ജൂഡ് ആന്റണി സംവിധാനം ചെയ്യുന്ന ഫാമിലി ത്രില്ലർ ചിത്രത്തിന്റെ ട്രെയിലറിനും പിന്നീട് ബുക്കിങ്ങിനും ഒക്കെ വലിയ പ്രതികരണമാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പം ഷോ തുടങ്ങാനുള്ള സമയമായതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ കുറച്ച് വിശേഷങ്ങൾ അറിയാം. സൈഫു നൈസ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. സൈഫു, എത്തി തുടങ്ങിയിട്ടുണ്ടോ ആളുകളൊക്കെ? സേതു, തീർച്ചയായും ഫോറം മാളിൽ PVR-ൽ രാവിലെ 9 മണിക്കാണ് ഷോ തീരുമാനിച്ചിരിക്കുന്നത്. ആ ഷോ കാണാനായിട്ട് സംവിധായകൻ എത്തിയിട്ടുണ്ട്. ചിത്രത്തിലെ പ്രധാന നടനായ ആശിഷ് എത്തിയിട്ടുണ്ട്. ജൂഡ് ആന്റണിയാണ് നിൽക്കുന്നത്. നേരത്തെ നമ്മൾ പ്രതികരണം ചോദിച്ചപ്പോൾ തന്നെ ആൾ കുറച്ച് ടെൻസ്ഡ് ആണെന്ന് തോന്നുന്നു. നമ്മളോട് ഇപ്പോൾ സംസാരിക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. എന്തായാലും ഷോ കഴിഞ്ഞ ശേഷം ഇവർ സംസാരിക്കും. ആന്റണി പെരുമ്പാവൂർ അടക്കമുള്ള ആളുകൾ എല്ലാവരും തന്നെ സിനിമ കാണാനായി ഇവിടെ PVR-ലേക്ക് എത്തിയിട്ടുണ്ട്. ഇവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊക്കെയാണ് സിനിമ കാണാനായിട്ട് എത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു പുതുതലമുറയുടെ തുടക്കം കൂടിയാണ് ഈ തുടക്കം എന്ന് പറയുന്ന സിനിമ. വിസ്മയ മോഹൻലാലിൻ്റെയും ഒപ്പം തന്നെ ആശിഷിൻ്റെയും തുടക്കമാണ്. ഒപ്പം തന്നെ മോഹൻലാൽ അതിനെ ചുക്കാൻ പിടിച്ച് ആന്റണി പെരുമ്പാവൂർ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുണ്ട്. ആന്റണി ചേട്ടൻ തന്നെ നമുക്കൊപ്പം ഉണ്ട്. ചേട്ടാ, പുതിയ കുട്ടികളുടെ ഒരു തുടക്കമാണ്, പുതിയ തലമുറ വരികയാണ് സിനിമയിലേക്ക്. അല്ല, നമുക്ക് നമ്മളുടെ കുടുംബത്തിലുള്ള കുട്ടികൾ തന്നെയാണല്ലോ. അപ്പോൾ നല്ല പ്രാർത്ഥനയുണ്ട്, നല്ല പ്രതീക്ഷയുണ്ട്. അപ്പോൾ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ, അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ഷൂട്ടിങ്ങിലുടനീളം ഉണ്ടായിരുന്നല്ലോ, ഈ കഥയുടെ ഏറ്റവും ആദ്യത്തെ പ്രോസസ്സ് മുതൽ കൂടെ ഉണ്ടായിരുന്ന ചേട്ടനാണല്ലോ. അപ്പോൾ മകനും കൂടി സിനിമയിലേക്ക്, സിനിമാ മേഖലയിലേക്ക് വരികയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ എൻ്റെ പ്രോസസ്സിനെ എങ്ങനെയാണ് കണ്ടത്? അല്ല, അത് ശരിക്കും മായയ്ക്ക് വേണ്ടിയിട്ട് സംസാരിച്ചൊരു കഥയാണ്. അപ്പോൾ ആ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ അതിലൊരു ക്യാരക്ടർ എൻ്റെ മകൻ ചെയ്താൽ നന്നായിട്ടുണ്ടാവുമെന്ന് ഞങ്ങൾക്ക് ഒരു ആശയം തോന്നി. അത് സംസാരിച്ചപ്പോൾ അത് ഓക്കെ ആയി. അങ്ങനെയാണ് ഇതിനകത്തേക്ക് വന്നത്. മകൻ്റെ കാര്യത്തിൽ അങ്ങനെ മുൻകൂട്ടി ഒരു പ്ലാനിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. യാദൃശ്ചികമായി സംഭവിച്ചു. ലാലേട്ടന് പുറത്തു പോയല്ലേ? എല്ലാ ആൾക്കാരും ഇവിടെ ഇല്ല. സാധാരണ എല്ലാ പ്രാവശ്യം ഉണ്ടാവാറുള്ളതാണ്. മകളുടെ ഒരു സിനിമ ഇറങ്ങുന്ന ദിവസമാണ്. എന്തായാലും കാണണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് അദ്ദേഹത്തിന്. അവിടെ ഇരുന്ന് ഞങ്ങളെപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഈ സന്തോഷത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ പറ്റുന്നില്ലെങ്കിലും മനസ്സുകൊണ്ട് എല്ലാറ്റിൻ്റെയും കൂടെ ഉണ്ട്. സുചിത്രേച്ചൊക്കെ വരുന്നുണ്ട്, എല്ലാവരും വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അവരെല്ലാവരും ഉണ്ടാകും, വിസ്മയവും ഉണ്ടാകും. അല്പസമയത്തിനകം തന്നെ 9 മണിക്കാണ് ഷോ തുടങ്ങുന്നത്. 9 മണിക്ക് ഷോ തുടങ്ങുമ്പോൾ ഇവരെല്ലാവരും തന്നെ ഉണ്ടാകും. നമുക്കറിയാം, ഇപ്പം തന്നെ തിയേറ്ററിന് പുറത്ത് ആളുകളായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കൗണ്ടർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവരെല്ലാവരും തന്നെ അകത്തേക്ക് കയറുകയും ചെയ്യും. ആന്റണി പെരുമ്പാവൂരിൻ്റെ മകൻ അവിടെയുണ്ട്. നമുക്ക് മകൻ്റെ കൂടി ഒരു പ്രതികരണം നോക്കാമെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹത്തിൻ്റെയും ആദ്യത്തെ സിനിമയാണ്. ആശിഷ് ചിത്രമൊക്കെ എടുക്കുന്ന തിരക്കിലാണ്. ആശിഷ്, ആദ്യ സിനിമയാണ്, തുടക്കം റിലീസാവുകയാണ്. എത്രത്തോളം ഉണ്ട് എക്സ്പെക്ടേഷൻ? ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒന്നുമില്ല, ജസ്റ്റ് ഹോപ്പ് എവരിവൺ ലൈക്സ് ദി മൂവി. അത്രയേ ഉള്ളൂ പറയാൻ. എങ്ങനെയുണ്ടായിരുന്നു ഷൂട്ടിങ്ങും ഒക്കെ? എങ്ങനെയുണ്ടായിരുന്നു? എത്രത്തോളം അതിന് ഒരു ആത്മവിശ്വാസം കൂട്ടിയിട്ടുണ്ടത്? എല്ലാവരും ആ ഒരു കോൺഫിഡൻസിലാണ്. അപ്പോൾ വേറെ ഒന്നും പറയാനില്ല. സിനിമ എങ്ങനെയുണ്ടെന്ന് ചിത്രം ഇറങ്ങുകയാണല്ലോ ചെയ്തു. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞ് ഇവരുടെ സിനിമ കണ്ടു കഴിഞ്ഞിട്ടുള്ളവരുടെ പ്രതികരണം കൂടി നമുക്ക് അറിയാമെന്ന് തോന്നുന്നു. എന്തായാലും 11:30-ക്കാണ് ഷോ അവസാനിക്കുന്നത്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും പ്രതികരണം ലഭ്യമാണ്. ഓക്കെ സൈഫു, ശരി. അപ്പോൾ ഈ ഘട്ടത്തിൽ ഇപ്പോൾ സൈഫു നൈസ പറഞ്ഞ പോലെ തന്നെ ഈ ഘട്ടത്തിൽ നമ്മൾ പ്രതികരണമൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവരും ഒരു മിക്സഡ് ഇമോഷനിലൊക്കെ ആയിരിക്കും അല്ലേ. ആദ്യത്തെ സിനിമ ഇറങ്ങാൻ പോകുന്നു, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്. പിന്നെ അതേപോലെ തന്നെ ഇപ്പം പുതിയ നടനോ നടിയോ ആരാണെങ്കിലും ഒരാളുടെ എത്ര കാലം അഭിനയിച്ചു എന്നുള്ളതല്ല, ഒരാളുടെ ഒരു പുതിയ സിനിമ ഇറങ്ങുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഒരു ടെൻഷനും പരിഭ്രമവും ഒക്കെ ഉണ്ടായിരിക്കും.